ഹലോ ഗൈസ്, സന്തോഷ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ പാൽച്ചുരത്താണ് കേട്ടോ. വെരി ഡേഞ്ചറസ് പാൽച്ചുരം. ഭയങ്കര കുത്തനെയുള്ള കയറ്റം കേട്ടോ. അവിടെ നമ്മുടെ ബേക്കിലിരിക്കുന്ന നമ്മുടെ സ്വന്തം ചങ്ങായിയാണ് ക്യാമറ പിടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ വലിയ കയറ്റം കയറാൻ ആരംഭിച്ചു കേട്ടോ. ഇടതുസ് ഭാഗം ഭയങ്കരമായ കൊക്കയാണ്. ബാവലിപ്പുഴ കടന്നു പോകുന്ന കൊക്കയാണ് കേട്ടോ ഇടതു ഭാഗം. ഇതുണ്ടോ, കല്ലുവണ്ടിയാണ് പോകുന്നത് കേട്ടോ. ഗേച്ചറിൻ്റെ പുതിയ മോഡൽ കല്ലുവണ്ടിയാണ്. ഇത് പഴയ മോഡലായിരുന്നപ്പോൾ ഒരു 2-3 വർഷം മുമ്പായിരുന്നെങ്കിൽ എല്ലാ വണ്ടിയും ഹൗസിങ് പണിയായിട്ട് റോഡിൽ കിടക്കുന്നതാണായിരുന്നു കേട്ടോ. നിരന്ന് കിടക്കുന്നതാണ്. ഇപ്പോൾ ഒരു വണ്ടി കാണലില്ല കേട്ടോ. എല്ലാ വണ്ടിയും ഈച്ചറിൻ്റെ പുതിയ മോഡൽ വണ്ടികളായ കാരണം എല്ലാം ജമ്പി ചെയ്ത് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ TVS എൻഡോർക്ക് 125 ബ്ലാക്ക് എഡിഷനാണ് കേട്ടോ. നമ്മുടെ വണ്ടി 2 പേരുണ്ടെങ്കിലും പാഞ്ഞ് കയറുന്നുണ്ട്. നമ്മൾ സ്കൂട്ടി അല്ലേ, പാഞ്ഞ് 125cc നല്ല പാഞ്ഞ് കയറുന്ന വണ്ടിയാണ്. ബ്ലാക്ക് എഡിഷൻ നല്ല വണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ മലയിടിച്ചിലുണ്ടായ ഭാഗത്തേക്ക് എത്താൻ പോവുകയാണ് കേട്ടോ. പണ്ട് ആദ്യം മലയിടിച്ചിലുണ്ടായ ആ ഭാഗത്ത് റോഡിൻ്റെ സൈഡിൽ ഇപ്പം കാണുന്ന പോലെയുള്ള മരങ്ങളൊന്നും ആ ഇടിഞ്ഞ ഭാഗത്തില്ല. അതായത് ഇടിഞ്ഞു പോകുന്നിടത്ത് വീണ്ടും പച്ചപ്പ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് വീണ്ടും മഴക്കാലമാകുമ്പോൾ അതിൻ്റെ ഒരു ഇടിയൽ സാധ്യത കൂടുതലാണ്. പിന്നെ പാറകൾ വളരെ കുറവാണ് ആ ഏരിയയിൽ. നമ്മുടെ നെടുമ്പോയിൽ പേരിയ ചുരം പോലെ അത്ര സേഫല്ല ഈ പാൽച്ചുരം. പാൽച്ചുരത്തിൻ്റെ വലതുഭാഗത്ത് ഇതുണ്ടോ, ഹേച്ചറിൻ്റെ കല്ലുവണ്ടി കയറിപ്പോകുന്ന ഭാഗമാണ്. കരഞ്ഞാണ് കയറിപ്പോകുന്നത്. വണ്ടി നിൽക്കില്ല, പോയിക്കൊണ്ടിരിക്കും. ഇനി മാറാനൊരു ഗിയറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലം ഈ വലതുഭാഗത്ത് കാണുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വണ്ടീൻ്റെ പുറകെ പിടിക്കുന്നില്ല, കുറച്ച് വിട്ടാണ് നിൽക്കുന്നത്. കാരണം വെച്ചാൽ പുറകിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അബദ്ധമാണ്. ഒരു പക്ഷേ വണ്ടി പുറകോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം സ്റ്റേ ചെയ്തു. അപ്പോൾ ആ വലത്തെ സൈഡിൽ ഞാൻ പറഞ്ഞ പോലെ വലത്തെ സൈഡിൽ കാണുന്ന ആ മൺതിട്ട പോലിരിക്കുന്ന ഭാഗം, അതാണ് കുറേശ്ശെ ഇടിയലാണ് കേട്ടോ. ഇടിയുന്നതനുസരിച്ച് ഇവിടെ JCB റെഗുലറായിട്ട് നിന്നിട്ട് മഴക്കാലത്ത് മണ്ണ് പാറ്റിയ ഭാഗമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ കല്ലുവണ്ടി ആ വളവ് കഴിഞ്ഞു, നമ്മൾ വയ്യ സ്റ്റാർട്ടായി കേട്ടോ. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വണ്ടിയുടെ പുറകെ പിടിക്കുക എന്നുള്ളത് അത്ര ഉചിതകരമല്ല. നമ്മളതിനെ പാസ്സാക്കും കേട്ടോ. നമ്മൾ ആ വളവ് കഴിഞ്ഞ് വണ്ടി വരുന്നുണ്ടോ നോക്കിയിട്ട് നമ്മളതിനെ പാസ്സാക്കും. രണ്ടാമത്തെ ഭീകരമായ വളവാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വലത്ത് ഭാഗത്ത് ലൈറ്റായിട്ടുള്ള ഫോറസ്റ്റും ഇടത്ത് ഭാഗത്ത് ബാവലി പുഴയുടെ ഭാഗമായിട്ട് വയനാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന നദിയുണ്ട്. വലിയ കാര്യമായ വെള്ളമൊന്നും ഈ സമയത്തില്ല. അപ്പോൾ ഇവിടെയൊക്കെ വണ്ടികൾ 2 പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മേലെ നിർത്തി കൊടുക്കണം കേട്ടോ. നമ്മുടെ വണ്ടിയല്ല, വലിയ വണ്ടികൾ 2 വന്നു കഴിഞ്ഞാൽ നിർത്തി കൊടുക്കണം. അങ്ങനെ നമ്മൾ ആ കയറ്റവും കയറി ടോപ്പിലെത്താറായി. നമ്മൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പാറ പൊട്ടിച്ച് നീക്കിയിട്ട് റോഡാക്കിയ ഒരു ഏരിയയിലോട്ട് നമ്മളെത്തും കേട്ടോ. പാറ പൊട്ടിച്ച് നീക്കിയിട്ട് റോഡാക്കിയത്. ഇവിടെയൊക്കെ കൈവരി കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു നാഷണൽ പെർമിറ്റ് ലോറി താഴെ കുഴിയിലോട്ട് പോയിട്ട് ഒരാൾ മരിക്കുകയൊക്കെ ചെയ്ത സ്ഥലമാണ് ഈ ഇടതുഭാഗത്ത് കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞ പാറക്കെട്ടിൻ്റെ ഭാഗത്തെത്തി കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഈ സൈഡിലുള്ള പാറ പൊട്ടിച്ച് നീക്കിയിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് കുറേ ഭാഗം സേഫാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഈ കരിങ്കല്ലല്ലാത്ത സൈസ് കുറച്ച് പാറകൾ നിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അതായത് ഈ ഭാഗത്താണ്. ഇതുണ്ടോ വലതുഭാഗത്ത് ഈ കാണുന്നത്. അതായത് എവിടെയാണോ നമ്മൾ മണ്ണെടുത്തിരിക്കുന്നത് അവിടെയാണ് മണ്ണിടിഞ്ഞിരിക്കുന്നത് കണ്ടോ. ആ ഭാഗമാണ് അവിടെ മണ്ണിടിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ വയനാടിൻ്റെ ബോർഡറിലേക്ക് എത്താൻ പോകുന്നു. അപ്പോൾ വലിയ ഭീമാകരമായ കയറ്റം തീരാൻ പോവാണ് കേട്ടോ. റോഡൊന്ന് ഒതുങ്ങി അതിന് ശേഷം കണിച്ചാർ പഞ്ചായത്തിൻ്റെ ഒരു ക്യാമറയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ക്യാമറയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കേട്ടോ ഒരു ക്യാമറ. നമ്മൾ കയറി ചെല്ലുന്നിടത്ത് വേസ്റ്റൊക്കെ ഇടുന്നുണ്ടോ, അവിടെയൊക്കെ വേസ്റ്റൊക്കെ തള്ളുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ലോങ് സൈറ്റ് കിട്ടുന്ന ക്യാമറ ഒരു 2 ആ ഏരിയയിൽ, വെള്ളം ഉള്ള ഏരിയ